ആക്ച്വലി ഞാൻ കൊടുത്തിട്ടുള്ളത് 2012 ഒരു കിഡിലൻ ബ്ലാക്ക് കളർ BMW X1 കേട്ടോ. അത് വളരെ നിസ്സാര ഒരു വിലയ്ക്ക് ഏകദേശം ഒരു 6 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വണ്ടി. വളരെ മെയിൻ്റെനൻസ് കുറവിൽ ഒരു ഓട്ടോമാറ്റിക് ഡീസൽ കാറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. വണ്ടി KL64 തൃശ്ശൂർ ചാലക്കുടി രജിസ്ട്രേഷനിലാണ്. 5544 എന്ന് പറയുന്ന ഒരു നല്ല ഫാൻസി നമ്പറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലാക്ക് വണ്ടിയുടെ ട്രെൻഡ് വന്നേക്കാണ്. നമ്മുടെ ഡിഫൻഡർ പോലുള്ള വണ്ടികളും പിന്നെ കുറേ SUV-കൾ ഇറങ്ങിയിട്ടും കുറേ സെഡാനുകളും ബ്ലാക്ക് കളറിന് ഭയങ്കര ഡിമാൻഡ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ X1 ഒരു ബ്ലാക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതൊരു ഒരു സ്പോർട്സ് ലുക്കുള്ള വണ്ടിയാണ്. ഭയങ്കര പതിഞ്ഞിട്ടുള്ളൊരു ഹാച്ച് ബാക്ക് ആണ് BMW X1 എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഫോൾഡിങ് മിറർ വണ്ടിക്ക് അവൈലബിൾ ആണ്. ബോഡി നല്ല നീറ്റാട്ടോ. കാരണം എന്താണെങ്കിൽ ചെറിയ ചെറിയ ടച്ചിങ് വണ്ടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടൊക്കെ എടുക്കുന്നത്. വേറെ മേജർ സ്ക്രാച്ചുകൾ ഡെൻറ്റുകളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാ സൈഡും നോക്കുകയാണെങ്കിലും വണ്ടി പക്കയാണ്. ബാക്ക് ടയർ അത്യാവശ്യം ഒരു 60-70% ഉണ്ട്. ഫ്രണ്ട് ടയർ നല്ല കണ്ടീഷൻ ഉണ്ട്. അതിൻ്റെ ബ്രാൻഡ് ന്യൂ ടയർ പോലെ തന്നെയാണ് ഫ്രണ്ട് ടയർ നിൽക്കണം. അലോയ് വീലടക്കം അവർ ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് നമുക്കൊന്ന് വരട്ടെ. ഇൻറ്റീരിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ എടുക്കുന്നത്. കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാമെന്ന് മാത്രം. സീറ്റൊക്കെ ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഡൾനെസ് കാണുന്നുണ്ട് ഇൻറ്റീരിയറിൽ. പിന്നെ അറിയാം ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് യൂസ് ചെയ്യണേ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വണ്ടിക്ക് അവൈലബിൾ ആണ്. കീലെസ് എൻട്രി ഇല്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. പിന്നെ ബാക്ക് ആയാലും ഇൻറ്റീരിയർ നല്ല ലക്ഷറിയാണ് വരുന്നത്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. പിന്നെന്താ പറയുക, അങ്ങനെ ഒരു പ്രീമിയം വണ്ടി. അതായത് ഇപ്പോൾ ഡോറൊക്കെ ശരിക്കും തുറന്ന് അടയുമ്പോൾ തന്നെ കണ്ടില്ലേ ഓരോ കട്ടിങ്. ഇവിടെ ഒരു കട്ടിങ് വരും, പിന്നെ ഇവിടെ ഒരു കട്ടിങ് വരും, ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഇതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡോറിൻ്റെ കാര്യങ്ങളും കിടക്കണേ. ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ബാക്ക് വൈപ്പർ X1 ബാഡ്ജിങ് ഉണ്ട്, നമ്പർ പ്ലേറ്റ് ഫാൻസി നമ്പർ. വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സ് വണ്ടിക്ക് കാണാനില്ല കേട്ടോ. ഈ സൈഡായാലും വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കാണാനുള്ളൊരു സംവിധാനം ചെയ്തുതരാം. ഞാനിപ്പോൾ ഇവിടെ നെല്ലിക്കുന്ന് പള്ളി ടൗൺ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെയാണ് തൃശ്ശൂർ ടൗണിലേക്കുള്ളത്. അപ്പോൾ തൃശ്ശൂർ ടൗണിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ ലോങ് നിന്ന് വരായാലും KSRTCയോ ട്രെയിനിലോ വരുന്നവരായാലും അല്ലെങ്കിൽ ബൈ കാറ് വരാണെങ്കിലും തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് പാർട്ടിയുടെ വീട്. ഇതൊരു യൂസ്ഡ് കാർ വണ്ടിയല്ല, അല്ലെങ്കിൽ യൂസ്ഡ് കാർ ബിസിനസ്സുകാരുടെ വണ്ടിയല്ല. ഇത് പക്ക പേഴ്സണൽ യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ RC ഓണറെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ സൗകര്യം ചെയ്തു തരാം. സോ ഇതേപോലത്തെ പുതിയ പ്രീമിയം വണ്ടികളുടെ വീഡിയോസുമായിട്ട് അടുത്ത നമ്മൾ വരുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. താങ്ക് യു.